ആകെയുള്ള 2 എണ്ണത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച മറ്റവനെ കണ്ടിട്ട് ദിവസം 4 ആയി. പിടിച്ചോണ്ട് പോയതാ പോലീസുകാര്. പറ, അവനെയും കൊണ്ടുപോയി കൊന്നു. പറ പറ മോനെ, നിനക്കും ഇല്ലേ ഒരമ്മ? പറ പറ മോനെ. എന്റെ മോനെ വിടെ, പറ മോനെ. ഈ ആയുധത്തെക്കാൾ മൂർച്ചയുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ, ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ. മരിച്ചുപോയ മോനെ തിരിച്ചു തരാനാവില്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും. പക്ഷേ പറയണം, അവൻ കുറ്റവാളി അല്ലെന്ന്. പിന്നെ കുറ്റവാളി ആരെന്ന്? സ്വന്തം മകൻ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ? പറയേ, ആരൊക്കെ ചേർന്നാണ് അവനെ? പറ. ഇവർ പറയുന്നത് വിശ്വസിക്കരുത്. ബാക്കിയുള്ളവരെ കൂടെ കൊണ്ടുവൻ കൈക്കൂലി വാങ്ങുന്ന ദുഷ്ടന്മാരാണിവർ. അല്ലെങ്കിൽ ആണെന്നും പെണ്ണെന്നും നോട്ടമില്ലാത്ത വർഗമാണിവർ. ഈ കേസിന്റെ എഫ്ഐആർ അവിടെ? അത് എഴുതിയിട്ടില്ല സാർ. എഴുതിയിട്ടില്ലേ? അവരെ അറസ്റ്റ് ചെയ്തിട്ട് 3-4 ദിവസമായിട്ടുള്ളൂ സാർ. അപ്പൊ ഇവരെ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ലേ? ഞാനപ്പോ ലീവിലായിരുന്നു. പ്രശ്നമുണ്ടായതിന്റെ പിറ്റേന്ന് ലീവ് ക്യാൻസൽ ചെയ്ത് ഞാൻ വരുമ്പോ ഇവരിവിടെ സുഖമായിട്ടുണ്ട്. ഞാൻ കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു. ഓഹോ, അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ. പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കുന്നില്ലല്ലോ. സമ്മതിപ്പിക്കണമല്ലോ, അതാണല്ലോ നമ്മുടെ ജോലി. ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ? അങ്ങനെ തല്ലരുത്, ഞങ്ങൾ ഒന്നിനില്ലാത്തവരോ സാറേ. പിന്നെ ഉള്ളവരാരാ? എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ? മാർത്തണ്ട, സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പിൽ കിടന്ന് വെന്ത് നീറുന്നത് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും. സാറ് കൂടെ ഞങ്ങൾ തല്ലരുത്. സ്വന്തം ഭാര്യയുടെ ശവശരീരം ഒന്നടക്കം ചെയ്യാൻ പോലും കഴിയാത്തവരാണ് ഞാൻ. എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഒന്നും അറിയില്ലേ? എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാവുന്ന. പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല. 12 വയസ്സ് പോലും തൊഴിലെടുക്കണ കയ്യ സാറേ ഇത്. കള്ളം പറഞ്ഞ കടലമ്മ പോലും പൊറുക്കൂല തരണ മനസ്സായത്. ഞങ്ങളുടെ മനസ്സിൽ ജാതി വിവാദം ഒന്നുമില്ല സാറേ. ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ, പിരിച്ചു കളഞ്ഞു. ഓമനം കടപ്പുറം സ്വർഗായിരുന്നു. ഞങ്ങളുടെ കൊച്ചു സ്വർഗം, കൊച്ചു സ്വർഗം, കൊച്ചു സ്വർഗം, കൊച്ചു എന്റെ മുൻപിൽ ഹമീദിന്റെ മുൻ ബഷീർ ഒരുമിച്ച് കളിച്ചോണമെന്നല്ല. ബഷീറാണെങ്കിൽ മുമ്പില്ലാത്ത കുട്ടി. അവർ തമ്മിൽ ചേർന്ന വികൃതി പലതും കാട്ടും. അമ്മേ, അച്ഛൻ വരുന്നു. അമീനെ, നീ മൂപ്പിന് വള്ളത്തിലെല്ലാം ബാക്കി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. പറ്റിച്ചല്ലേ? പഠിച്ചാ? ഓനെല്ലാം പഠിച്ചാ? എടാ ബഷീറെ, ഒന്ന് കാണിച്ചു തരാം. ഒന്ന് കാണിച്ചു തരാം. ടീച്ചറെ, വിനോദ് നോക്കിയിരുന്നു. നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ? ടീച്ചറെ, എന്നും ഇവ എങ്ങനെയാ എന്റെ പുസ്തകം നോക്കി എഴുതാറ്. ശരിയാണോടാ? അല്ല ടീച്ചറെ, ഇവൻ കള്ളവാ പറയുന്നേ. നോക്കി എഴുതും പോരാ പിന്നെ കൊള്ളവും പറയുന്നോ? വീട്ടിലാ കൈ. അയ്യപ്പോ സ്വാമി ശരണം, അയ്യപ്പ ശരണം, നെയ്യഭിഷേകം, നെയ്യഭിഷേകം,
ഞാനിപ്പോ ഇതിലൊരു അഭിപ്രായം പറഞ്ഞ ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും. എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശബരിമലയ്ക്ക് പോകാൻ വ്രതം നോറ്റിരിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്തിൽ കിടക്കണ മാല വേറൊരുത്തം വലിച്ച് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ തെറ്റ് തന്നെയാ, പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ. മാപ്പിളെ, നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കും. ഒന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേര് വാശിന്റെ പുറത്ത്. എന്ത് പിള്ളേര്? അവന് നല്ല ബുദ്ധിയുണ്ട്, അതുകൊണ്ടല്ലേ പിടിക്കേണ്ടടുത്ത് തന്നെ അവൻ കയറി പിടിച്ചത്. വെറുതെ അല്ല, അവന്റെ ദേഹത്തോടുന്ന ചോര വേറെയാ. എടാ രാഘവ, പറയുമ്പോ അടച്ചു പറയരുത്. ഇസ്ലാങ്ങളായിട്ട് ഞങ്ങളും കുറെ പേര് ഇവിടെ ജീവിക്കുന്നുണ്ട്. മൊയ്തീനെ, നീ ഇപ്പൊ ഇതിന്റെ ഇടയിൽ ഒന്നും പറയാൻ നിൽക്കണ്ട. എന്നാ പിന്നെ ഇക്കാര്യം ഇവിടെ പറയാൻ വേണ്ട. എന്താ പറഞ്ഞാലേ ഒരു കാര്യം ഉണ്ടാ, ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും. അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട. ആഹാ, നിങ്ങൾ വെറുതെ കൂട്ടുകാർ തമ്മിൽ അതും പറയാണ്ട് നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോയില്ല പിള്ളേരെ. താൻ തന്റെ കാര്യം നോക്കണോ? ഇവനെയൊക്കെ പേടിച്ച് ഞങ്ങൾ കാശിക്ക് പോകാൻ പോലെ. അമ്മിതക്കട മോൻ ചെയ്ത് തെറ്റന്നെയാ. ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റന്നെയാ. അതിന് ന്യായീകരിക്കാനൊന്നും ആരിവിടെ നിൽക്കണ്ട. അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഇവിടുന്ന് വീട്ടിൽ പോവില്ല. ഓ പിന്നെ അങ്ങ് ഒലത്തും. ഞങ്ങളുടെ കൈയൊക്കെ ഇപ്പൊ മാങ്ങ പറിക്കാൻ പോവും. വേഷം കെട്ടെടുത്താല് സർവ്വ എണ്ണത്തിന്റെ കഴുത്ത കിടക്കണ മാല ഞങ്ങൾ പൊട്ടിക്കും. എന്നാൽ അവന്റെ ഒക്കെ തല ഈ കടപ്പുറത്ത് ഉറും. തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ തൊട്ടു നോക്കണ. അവനെന്നെ ചവിട്ടി. മോനെ, നാളെ നീ പണിക്കിറങ്ങുമ്പോ പെണ്ണിനെ മോളെ ശരിക്ക് കണ്ടിട്ട് പോന്നാ മതി. ചായക്കടയിൽ വെച്ച് ആദ്യം തല്ലിയത് കൃഷ്ണൻകുട്ടിയാ, മൊയ്തീനല്ല. അത് കണ്ട് അമീറൊന്നും ചൂടായി. അതിത്ര കാര്യമാക്കാനൊന്നുമില്ല. താനൊന്നും പറയണ്ട. ഭാര്യയും മക്കളെയും കണ്ടിട്ട് പണിക്കിറങ്ങിയാൽ മതിയെന്ന് വെല്ലുവിളിച്ചമാരുണ്ടല്ലോ ഈ കൂട്ടത്തില്. അവരോട് മുന്നോട്ട് വരാൻ പറ. എന്താണ് ശ്രദ്ധിക്കുക ഇങ്ങനെ കാണിക്കുന്നത്? ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്മിറ്റി വിളിച്ചു കൂടിയിരിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ ഓർത്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ഞങ്ങളുടെ മക്കൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഒന്നും അറിയാത്ത ആ മക്കളുടെ പേരും പറഞ്ഞു ഞങ്ങളെ തമ്മിൽ തിരിക്കരുത്. ഇങ്ങോട്ട് ആരെ പേടിച്ചിട്ടാണ് ഉമ്മാരെ കാല് പിടിക്കണേ? ഒരുത്തന്റെ മുമ്പിൽ മുട്ടുമടക്കി കൊടുത്തിട്ട് ഇവിടെ ആരും തന്നെ സുൽത്താനാകണ്ട. മടക്കേണ്ട അടുത്ത് മടക്കണം, അല്ലെങ്കിൽ ആ മുട്ടുകാലി ഞങ്ങൾ തല്ലി ഓടിക്കും. അല്ല പ്രഭു, ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ. ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല, മതത്തിന്റെ പ്രശ്ന. അടിച്ചൊതുക്കണ്ടതിനെ അടിച്ചു തന്നെ ഒതുക്കണം. നിനക്ക് വേണ്ടി ഞാൻ അടികൊണ്ട് അടിക്കണ അവനെ. മുയിലെ ചതിക്കരുത്, കടപ്പുറത്ത് ചോര വിളിച്ചരുത്. ഞാൻ നിന്റെ കാല് പിടിക്കാം. പിരിച്ചല്ലോടാ നമ്മളെ അമിത. കൊല്ലിച്ചവന്റെ വീട്ടിൽ നിന്ന് കൊലച്ചോറുണ്ട് നടാ.
അപ്പോ നമുക്കിവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കല്ലേ മാർത്താണ്ട? ഇങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്ത് കേസാ മാർത്താണ്ട? സാറിന് മുമ്പിരുന്ന സർക്കിള് ആ സർക്കിളല്ലോ ഈ സർക്കിൾ. ഈ സർക്കിൾ വേറെ, ആ സർക്കിൾ വേറെ. എങ്കിൽ പിന്നെ നമുക്ക് എവര് പറഞ്ഞ അമീർ അലിയും പ്രഭുവിനെയും അങ്ങ് പൊക്കിയാലോ? അല്ല, മതസൗഹാർദ്ദ കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്? ഇത്രയേറെ കുടിലുകൾ തീവച്ച് നശിപ്പിക്കാനും 8 എണ്ണത്തിന് ചുറ്റും വെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാർത്തണ്ട? നിങ്ങൾ പോയിക്കോളൂ. സർ, ഈ അമീർ അലി ഒരു സ്ഥിരം ക്രിമിനലാ. കോളിളക്കം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖർ നായർ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ. ഓഹോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ? പക്ഷെ പറഞ്ഞിട്ടെന്താ, പുല്ലുപോലെ ഊരി പോന്നില്ലേ? അതാ അവന്റെ മിടുക്ക്. അവന്റെ മിടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മിടുക്കോ? ഏതൊരു സ്ത്രീയല്ലേ? അശ്വതി മേനോൻ. യെസ്, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ. ഭാസ്കര,